स्वामी की इस पावन भूमि पर आना मेरा बहुत बड़ा सौभाग्य है। मैं संत श्री नारायण गुरु जी के ज्ञान, महात्मा अयंकली के मार्गदर्शन और मन्नथु पद्मनाभन जी के निस्वार्थ सेवा भाव का भी वंदन करता हूं। आज वसंत पंचमी सरस्वती पूजा का पावन पर्व भी है। ये महामाघ महोत्सवम उसका भी समय है। मैं केरला के लोगों को इन पर्वों की हार्दिक शुभकामनाएं देता हूं। आज नेताजी सुभाष चंद्र बोस जी की जन्म जयंती भी है। हम इसे पराक्रम दिवस के रूप में मनाते हैं। मैं सभी देशवासियों को पराक्रम दिवस की बहुत बहुत बधाई देता हूं। നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ വരിക എന്നത് എന്റെ സൗഭാഗ്യമാണ്. നാരായണ ഗുരുദേവന്റെ അറിവിന് മുന്നിൽ, മഹാത്മാ അയ്യൻകാളിയുടെ മാർഗദർശനത്തിനു മുൻപിൽ, മന്നത്ത് പത്മനാഭന്റെ നിസ്വാർത്ഥ സേവനത്തിനു മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇന്ന് വസന്ത പഞ്ചമി ദിവസമാണ്. സരസ്വതി പൂജയുടെ പാവനമായ ദിവസം കൂടിയാണ് ഇന്ന്. അതോടൊപ്പം മഹാമാഘ മഹോത്സവവും നടക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഈ മഹോത്സവങ്ങളുടെ എല്ലാ പേരിലുള്ള എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിവസമാണ്. ഇന്ന് രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസത്തെ പരാക്രമ ദിവസം എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. രാജ്യത്തെ എല്ലാവർക്കും നേതാജിയുടെ ജന്മദിനമായ പരാക്രമ ദിവസത്തിന്റെ ആശംസകളും ഞാൻ നേരുകയാണ്. मुझे लगता है कोई इफेक्ट आ रही है। जो माइक वाले हैं जरा उसको ठीक करें। माइक ये संगीत पार्टी में तो इको इफेक्ट चाहिए, यहां क्या जरूरत है? समझाइए इनको. പറയുന്ന പരിഭാഷപ്പെടുത്തുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കേൾക്കുന്നില്ല, നല്ല രീതിയിൽ കേൾക്കുന്നില്ല. മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എക്കോ കുറച്ചാൽ മതി. എക്കോ. मैं मेरा भाषण शुरू करने से पहले आज मेरे लिए बहुत भावुक पल है। लाखों कार्यकर्ताओं का परिश्रम रंग ला रहा है। आज मैं सबसे पहले केरला की तिरुअनंतपुरम की जनता को, हमारे लाखों समर्थकों को, साथियों को मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं. ഇന്ന് ഈ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ പ്രയത്നം നിറമണിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की. जय जय नरेंद्र मोदी, जय जय नरेंद्र मोदी, जय जय बीजेपी. एनडीए सुहृदगणे, मैं जब भी केरला आता हूं, आपका स्नेह, आपका स्वागत गर्मजोशी से भरा होता है। और आज
आपका उत्साह और भी स्पेशल है। आज मुझे यहां एक नई ऊर्जा दिख रही है। आज मुझे यहां एक नई होप दिख रही है। आपका ये जोश, ये विश्वास दिलाता है कि अब केरला में परिवर्तन होकर रहेगा। സുഹൃത്തുക്കളെ, और साथियों, कुछ यहां जो लेफ्टिस्ट इकोसिस्टम होगा, उनको शायद आज मेरी बात गले नहीं उतरेगी, लेकिन मैं आपको बड़ी मजबूती के साथ, तथ्य और तर्क के साथ मेरी इस बात की ताकत क्या है वो बताना चाहता हूं। 1987 के पहले गुजरात में बीजेपी एक हाशिए की पार्टी थी। अखबार में 2 लाइन भी नहीं छपती थी। 87 में पहली बार भाजपा ने अहमदाबाद म्युनिसिपल कॉरपोरेशन में विजय प्राप्त की, जैसे आज आपने तिरुवनंतपुरम में विजय प्राप्त की है। और वहीं से गुजरात में जो सिलसिला चला, लोगों ने हमारे काम को देखा, हमारे आचरण को परखा, और उसका परिणाम है कि आज पिछले कई दशकों से वहां की जनता ने हमें सेवा का मौका दिया था। शुरुआत एक शहर से हुई थी, केरला में भी शुरुआत एक शहर से हुई है, और इसलिए मैं कहता हूं अब केरला भारतीय जनता पार्टी पर अभूतपूर्व विश्वास करके हमारे साथ जुड़ चुका है। പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ സ്വീകരണമാണ് എനിക്ക് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ നിങ്ങളുടെ ആവേശം ഏറെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് നിങ്ങളിൽ ഒരു പുതിയ ഊർജ്ജം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ ഇന്ന് ഒരു പുതിയ പ്രതീക്ഷ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്കുറപ്പാണ് കേരളത്തിൽ ഇത്തവണ പരിവർത്തനമുണ്ടാകുക തന്നെ ചെയ്യുമെന്ന കാര്യം എനിക്കുറപ്പാണ്. ഞാൻ എന്റെ എല്ലാ ഉറപ്പോടും കരുത്തോടും കൂടി നിങ്ങളോട് പറയുന്നു, 1987 മുൻപ് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. പത്രത്താളുകളിൽ പോലും ഇടം പിടിക്കാൻ പറ്റില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. 1987 ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത്. അതുപോലെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം വിജയം നേടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗുജറാത്ത് തുടങ്ങിയത്. ഗുജറാത്തിലെ ജൈത്രയാത്ര അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നാം തുടങ്ങിയത്. ആ അഹമ്മദാബാദിലെ ജനങ്ങൾ, ഗുജറാത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടു, അവരതിനെ വിലയിരുത്തി. അതിനുശേഷം അവർ നമുക്ക് തുടർച്ചയായി അവരെ സേവിക്കാനുള്ള അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഇന്ന് നാം ഗുജറാത്തിൽ തുടർച്ചയായി ഭരിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. അതേപോലെ ഇന്ന് കേരളത്തിലും നാം ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ന് കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. मेरे साथ बोलिए, भारत माता की जय, भारत माता की जय, भारत माता की जय। एंडे सुहृतगळे, तिरुवनंतपुरम में